ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇറക്കിയ സർക്കുലർ റദ്ദാക്കണമെന്ന ഹർജി ഹൈക്കോടതി തള്ളി. പുതിയ നിർദ്ദേശങ്ങളുമായി മുന്നോട്ടു പോകാം. മോട്ടോർ വാഹന വകുപ്പ് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചെന്ന് ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ ആരോപിച്ചു. ഡ്രൈവിംഗ് സ്കൂളിന്റെ സംയുക്തമായ ആവശ്യമാണ് 4/24 എന്നുള്ള സർക്കുലർ പിൻവലിക്കുക, നമ്മളെ ജീവിക്കാൻ അനുവദിക്കുക. ഇത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ഇത് മോട്ടോർ ആക്ടിൽ പറഞ്ഞിട്ടുള്ളതുമല്ല. ഇത് മന്ത്രിയുടെ സ്വന്തമായ ഒരു തീരുമാനമാണ്. അതുകൊണ്ട് നമ്മൾ ഈ സർക്കുലർ കത്തിച്ച് അന്തസ്സുള്ള ഒരു കഞ്ഞി വെച്ച് ഈ സമരം മുമ്പോട്ട് കൊണ്ടുവരണം. ടെസ്റ്റ് ബഹിഷ്കരിച്ച് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പ്രതിഷേധം തുടരുകയാണ്. തിരുവനന്തപുരം മുട്ടത്തറയിൽ സമരക്കാർ സർക്കുലർ കത്തിച്ച് കഞ്ഞിവെച്ചു. ശ്രീകാന്ത് ഉണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. ശ്രീകാന്ത്, കോടതിയിൽ നിന്ന് സർക്കാരിന് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നു. അതേസമയം തന്നെ ഈ ഡ്രൈവിംഗ് സ്കൂളുകാർ അവരുടെ പ്രതിഷേധം തുടരുകയുമാണ്. ഈ ഡ്രൈവിംഗ് ടെസ്റ്റിലെ പരിഷ്കാരം എന്നത് തുടർച്ചയായി ഈ ടെസ്റ്റുകൾ മുടങ്ങുന്നതിലേക്ക് നയിക്കുമോ? എന്താണ് വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, കോടതിയിൽ വലിയ പ്രതീക്ഷയോടെയാണ് ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ എത്തിയത്. ഒരു ഇടക്കാല സ്റ്റേ അവർ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ ജസ്റ്റിസ് കൗസർ അടപ്പകത്തിന്റെ സിംഗിൾ ബെഞ്ച് അവരുടെ ആവശ്യം നിഷ്കരണം തള്ളിക്കളഞ്ഞു. സർക്കുലർ പ്രഥമ ദൃഷ്ട്യാ കേന്ദ്ര മോട്ടോർ വാഹന ചട്ടങ്ങൾക്ക് വിരുദ്ധമല്ലെന്നാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. കേന്ദ്ര ചട്ടങ്ങളോട് യോജിച്ച് നിൽക്കുന്നതാണ് സർക്കുലറിലെ നിർദ്ദേശങ്ങളെന്നും കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അതായത് എന്ത് സർക്കുലറുമായാണോ ഗതാഗത വകുപ്പ് രംഗത്ത് വന്നത്, അതേ സർക്കുലറുമായി അവർക്ക് മുന്നോട്ട് പോകാം. ഒന്നുകിൽ അപ്പീലിന് ഡിവിഷൻ ബെഞ്ചിനെ ഇനി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾക്ക് സമീപിക്കാം, അല്ലെങ്കിൽ ഗതാഗത വകുപ്പ് നിർദ്ദേശിക്കുന്ന പരിഷ്കാരങ്ങൾ അതേപടി അനുസരിച്ച് നടപടികൾ സ്വീകരിക്കേണ്ടി വരും. ഗോപി, ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.